ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. ഏത് കമ്പനിയിലാണോ വേക്കൻസി ഉള്ളത്, ആ കമ്പനിയുടെ നമ്പർ അടക്കം ഏത് ജോലിയാണോ ഉള്ളത് അതടക്കമാണ് നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത്. അത് ഇന്ത്യൻ സമയം രാവിലെ 7:30 ആകുമ്പോൾ തന്നെ നിങ്ങളുടെ കൈ കിട്ടും. നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ജോലിക്കും പോവാം, എവിടെയും പോകാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര രാവിലെ തന്നെ എൻ്റെ സമയം ഇല്ലാഞ്ഞിട്ട് പോലും ആ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരാൾക്ക് ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിൽ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എനിക്ക് ലാഭം ഉണ്ടാക്കാനാണെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ എനിക്ക് ലാഭം ഉണ്ടാക്കാനല്ല, ലാഭം നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒരു ജോലി വേണമെന്ന് ആവശ്യപ്പെടുന്നതായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു ജോബ് വേക്കൻസി വരുന്നത് ഏത് സമയത്താണോ ഏത് ദിവസമാണോ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോബ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകാനും പറ്റും. അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഓരോ ദിവസവും ഓരോ ജോബ് വേക്കൻസികൾ ഇടാറുണ്ടല്ലേ. അപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്, ചില ഏജൻറ്റുമാർ ചില ആളുകളുടെ അടുത്ത് നേരിട്ട് നമ്മുടെ കമൻറ്റ് കണ്ടിട്ട് നമ്പർ ചോദിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ എനിക്കങ്ങനെ തോന്നിയതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് വെച്ചാൽ മതി എല്ലാവരും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ഉറച്ച ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യാതൊരു കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ജോലി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയ്ക്കായിരിക്കും കൂടുതലായിട്ടും ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് റെസ്പോണ്ട് ചെയ്യുക. നിങ്ങളുടെ ഫോൺ നമ്പർ അടക്കം തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ നേരിട്ട് വാട്സപ്പ് വഴി നിങ്ങളോട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നതാണ്. അത് ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യം കാണുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങളോട് ആരെങ്കിലും നിങ്ങളുടെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കൊടുക്കുന്നതിനോടൊന്നും തിരക്കേടില്ല. അവർ ഏജൻറ്റുമാരാണോ എന്നുള്ളത് നിങ്ങൾ കൂടുതലായിട്ടും അന്വേഷിക്കുക. നമ്പർ കൊടുത്ത് നിങ്ങൾ പൈസ കൊടുത്ത് കയറി വരാണ്ടിരിക്കുക. വിസ നിങ്ങൾക്ക് നാട്ടിലേക്ക് അയച്ചു തരാൻ പറ്റുന്നവരാണോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജോലി മാറുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിസ തരാൻ കഴിയുന്നവരാണോ നിങ്ങളോട് നമ്പർ ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറച്ച് അത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങളുടെ നമ്പറും മറ്റ് ഡീറ്റെയിൽസും കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോഴത്തെ കാലമാണ്, അതുകൊണ്ട് ഒന്നും ആരെയും വിശ്വസിക്കാൻ പറ്റുകയില്ല. പലരും പറയുന്നുണ്ട്, പല ഏജൻസിനോട് ഇന്നും വന്ന മെസ്സേജുകൾ കണ്ടു. ഞങ്ങൾ പല ഏജൻസികളെ അടുത്തും പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ജോലി കിട്ടി രക്ഷപ്പെട്ട് അവിടുന്ന് പോകുന്നത്. ജോലി കിട്ടും, മിക്ക ഏജന്റുമാർ നിങ്ങളെ ജോലിക്ക് ചിലപ്പോൾ കൊണ്ടുപോകായിരിക്കും. പക്ഷേ നിങ്ങളോട് നാട്ടിൽ നിന്ന് പറയുന്ന ജോലി ആയിക്കോണമെന്നില്ലല്ലോ. ഇവിടെ അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും, ഇപ്പോൾ യൂറോപ്യൻ കൺട്രി ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, കാനഡ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഈ ലോകത്തുള്ള ഏത് രാജ്യം, ഇന്ത്യ വിട്ട് വേറെ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങളോട് ഇന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകാം, നിങ്ങൾ ഇത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളോട് പറയുന്ന ഒരു ജോലി, അവിടെ ചെന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് പെട്ടുപോകും. അഥവാ നമ്മൾ ഇതേപോലുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജോലി അവിടെ ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ആ ജോലി അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത സൈസ് ജോലികളായിരിക്കും. അപ്പോൾ അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ ആളുകളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, നമ്മുടെ ചാനൽ വഴി അങ്ങനെ ആർക്കും ഒരു ചതിവ് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ മാക്സിമം കമൻറ്റുകൾക്ക് എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 12 മണിക്കൂർ ജോലിയുണ്ട്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ കൂടുതലും നിങ്ങളോട് സംസാരിക്കാറുള്ളത്. അത് എല്ലാവരും കൂടി ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റിന് മറുപടി തരാൻ വൈകുന്നത്. എനിക്ക് യാതൊരു വിധത്തിലും ആരോടും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടല്ല. ഇന്ന് അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ മറുപടി കിട്ടിക്കോണമെന്നില്ല. ചിലപ്പോൾ അതിന് അല്പം ആളായിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വേണ്ട ക്വാളിഫിക്കേഷൻ കുറവായതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാത്തത്. നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇപ്പം ഞാൻ എൻ്റെ ജോലിക്ക്, ഞാനിപ്പോൾ ഇവിടെ അന്തറിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 മാസമായിട്ട് ഞാൻ ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സാലറി അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ജോബ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഒരു ജോലി മാറുന്നതും നമ്മൾ അന്വേഷിക്കുന്നതൊക്കെ. ഇങ്ങനെ ഞാൻ അന്വേഷിക്കാൻ വേണ്ടി എടുത്തത് മാസങ്ങളാണ്. ഞാനിവിടെ UAE-യിലുണ്ട്. ഞാനിവിടെ 13 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ജോലി അന്വേഷിക്കുന്നത്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഹിന്ദി പറയും,
അതേപോലെ തന്നെ ഞാൻ അറബിയും പറയും, നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷ് പറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്രത്തോളം നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അറബിക് ഫുഡുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയും. അതേപോലെ ഇന്ത്യൻ, അതേപോലെ അങ്ങനെ എല്ലാ ഡിഷുകളും, ബ്രോസ്റ്റ്, പിസയൊക്കെ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തം റെസിപ്പികളുണ്ട് ഇഷ്ടം പോലെ. എൻ്റെ അടുത്ത് ഒരു 6-7 തരം സോസുകളുണ്ട്. ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന CV ആണ് എൻ്റെത്. അതും അൽബേക്കൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ജോലി കിട്ടാൻ വൈകും. നമ്മളും എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും ചതിക്കപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴാണെങ്കിലും ഒന്ന് നോക്കേണ്ടത്. നമ്മൾ വിശ്വസിച്ചിട്ടായിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഏജൻറ്റിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ആ ഏജൻറ്റ് നമ്മളെ അവർ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രോബ്ലംസ് അവർ ഉൾക്കൊള്ളണമെന്നൊന്നുമില്ല. അവർക്ക് ആരെ വേണ്ട ഏത് സമയത്തും അവർ ചതിക്കാൻ റെഡി ആയിട്ടാണ് ഈ ഒരു ഏജൻസി എന്ന് പറഞ്ഞ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ട് ഇത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുരക്ഷ എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെ ചിലപ്പോൾ ഇത് വഴി പല ആൾക്കാരും ഇന്ന ജോലി അറിയുമോ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് എന്നൊക്കെ ചിലപ്പോൾ ഞാനല്ലാതെ വേറെ ആര് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അതിന് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർത്തോളുക. അത് നിങ്ങൾ അത്രത്തോളം പൂർണ്ണമായിട്ടും ഉള്ള രീതിയിൽ അവരെ വിശ്വസിച്ചിട്ട് അവർ നല്ലവരാണെന്ന് ഉറപ്പ് വരുത്തി അവരുടെ അടുത്ത് വിസ ഉണ്ട്, അത് നാട്ടിലേക്കാണെങ്കിലും അത് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഇവിടെ തരുവാണെങ്കിലും മാത്രമേ നിങ്ങൾ അത് കാര്യമാക്കി എടുക്കാവുള്ളൂ. കാരണം നിങ്ങളുടെ നമ്പർ എന്ന് പറയുന്നത് മറ്റുള്ളവരും പല രീതിയിലും ഇപ്പോഴത്തെ കാലമായതുകൊണ്ട് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒന്നുകൂടി എടുത്ത് പറഞ്ഞെന്നുള്ളൂ, ഏജൻറ്റുമാരെ ആരും നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കാണ്ടിരിക്കുക. ഇത്രയേറെ ജോബ് വേക്കൻസികളൊക്കെ നമുക്ക് വരുന്നില്ലേ, പിന്നെ നമ്മൾ ഏജൻറ്റിനെ തപ്പിപ്പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ ഗൾഫിൽ വരേണ്ടത് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ശമ്പളം കൂട്ടാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ജോലി പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്നതും ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടാറുണ്ട്. പിന്നെ നിങ്ങൾ മാക്സിമം ആരടുത്തും പോയിട്ട് ആരും ചതിവിലും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം പറയുന്നത്. നമ്മുടെ ചാനലിൽ വരെ ഇങ്ങനത്തെ കമൻറ്റ് കണ്ട് ഇപ്പോൾ ഞാനാകെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളി പാറിപ്പോയി എന്നൊക്കെ പറയൂലേ, ആ ഒരു ഫീലായിരുന്നു. അതായത് ഒന്നുകിൽ നമ്മളോട് ചോദിച്ച്, ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് ചോദിക്കുക, ഞാൻ എൻ്റെ നമ്പർ കൊടുക്കും. അപ്പോൾ അവർ ആ നമ്പർ വഴി ബന്ധപ്പെട്ട് എന്നോട് അറിയിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന വേക്കൻസി ഉണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ അവരെ നമ്പർ കൊടുക്കുക. അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ ആവില്ല. ചിലപ്പോൾ അത് ആരാണെന്ന് പോലും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്നോട് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കാണ്ട് ഒരിക്കലും നമ്മുടെ വീഡിയോ വഴി അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഒന്നും വേണ്ട, അവരെ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടുമല്ലോ. നമ്മളിവിടെ നിൽക്കുന്നത് UAE-ലാണ്. ഇവിടുത്തെ പോലീസിനടുത്ത് നമ്മൾ ഇന്ന പോലെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനൊരു ദ്രോഹവും ഇല്ലാത്ത വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് ഈ വീഡിയോസുമായിട്ട് പോയിട്ട് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇന്ന ആൾ കോൺടാക്ട് ചെയ്തു, ഇന്ന വ്യക്തി ചതിയിൽപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ആരാണെന്നും ആ നമ്പർ ഏത് ID-യിൽ വെച്ചിട്ട് എടുത്ത നമ്പറാണെന്നും അത് എവിടെയാണ്, ഏത് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും അയാളുടെ പാസ്പോർട്ട് നമ്പർ എന്താണെന്നും ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവരൊക്കെ ഇവിടുന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ഗോതമ്പുണ്ട് എന്നല്ല ഇവിടെ തിന്നുക, അതിലും വലിയ ഉണ്ടകൾ ഇവിടെ തിന്നേണ്ടി വരും. അപ്പോൾ അത്രയും സുരക്ഷിതത്വം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ക്ലിയർ ആക്കിയിട്ട് ഒരു മുടിനാര് കീറിയിട്ട് ഉള്ള ഒരു 2 കഷ്ണമാക്കാൻ പറ്റുമെങ്കിൽ അതേപോലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. ഇത്രയും സുതാര്യമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത്രത്തോളം റിസ്ക് എടുക്കുന്നത് ഒരാൾക്കെങ്കിലും ജോലി കിട്ടട്ടെ എന്ന രീതിയിലാണ്. പക്ഷെ ഒരാൾക്കൊന്നും അല്ല ജോലി കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മാത്രം മതി. നമ്മൾ കൂടുതലായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ മാത്രമല്ല നിങ്ങൾ കാണേണ്ടത്, മറ്റുള്ളവരുടെ ചാനലിലും ജോബ് വേക്കൻസികൾ ഫ്രീ ആയിട്ടാണുള്ളതെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതൊക്കെ അതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഒരാൾക്കൊരു ജോലി കിട്ടിയെന്ന് ഒരാൾ എന്നെ അറിയിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് നമുക്ക് അറിയുന്നൊരു സന്തോഷം, അത് നമുക്ക് ഒരാളോട്, ഞാൻ എൻ്റെ വൈഫിനോടാണെങ്കിലും ഞാൻ പറയാറുണ്ട്, ഇന്ന ആൾക്ക് ജോലി കിട്ടിയിട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബം മുഴുവനുമാണ് രക്ഷപ്പെടാൻ പോകുന്നത്, ഒരു വ്യക്തിയല്ല രക്ഷപ്പെടുന്നത്. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഗൾഫ് നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് അറിയുന്ന മാതിരിയൊന്നുമല്ല. ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് നല്ല സുഖമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, UAE ആണെങ്കിൽ നമുക്ക് അത്രത്തോളം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. മറ്റു രാജ്യങ്ങൾ തരുന്നില്ല എന്നല്ല, പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീഡം വിത്ത് പ്രൊട്ടക്ഷൻ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻഷുറൻസ് തരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ജോലിക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട്. അതായത് ആ ഒരു ഇൻഷുറൻസിന് നമുക്ക് വരുന്നത് ഒരു 130 ദിർഹംസ് ആണ് വരുന്നത്. നമ്മൾ ബൈ ചാൻസ് നമ്മുടെ സ്ഥാപനം, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനം നമ്മുടെ വിസ കഴിയുന്നതിന് പൂട്ടി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമായിട്ട് നമ്മുടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആ അതോറിറ്റി, അതായത് ഇൻഷുറൻസിൻ്റെ അതോറിറ്റി നമുക്ക് സാലറി തന്ന് നമുക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഇതെല്ലാം കിട്ടുന്നത് എവിടെയാണ്? അത്രയും സുരക്ഷിതത്വമാണ് നമുക്ക് ദിർഹംസ് നമ്മുടെ കയ്യിൽ തരും.
ഒരു ബേസിക് സാലറി വെച്ച് നമുക്ക് തരും. നമുക്ക് അതുകൊണ്ട് ജീവിക്കാനും റൂമിൻ്റെ ബെഡ് സ്പേസിനൊക്കെ ഉള്ള പൈസ കൊടുക്കാനും ഒക്കെ അത് മതി. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള കുറേ ഇൻഫർമേഷൻ വീഡിയോസും മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏജൻറ്റുമാരെ ആരും വിശ്വസിക്കാണ്ടിരിക്കുക, അവരുടെ ചതിയിൽ പോയി പെടാണ്ടിരിക്കുക. നമ്മുടെ ഈ ചാനലിൽ പോലും വന്നിട്ട് ജോലി വേണോ അല്ലെ ജോലി എന്താണെന്നൊക്കെ ഉള്ള ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഡൗട്ടുകളാണ്. ഞാനും എത്രയോ പ്രാവശ്യം ഞാൻ ഏജൻറ്റുമാരെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും അവർ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. എനിക്കങ്ങനെ തോന്നിയതാണ്. പക്ഷേ അവരെന്നോടല്ല ചോദിക്കുന്നത്, ഇതിൽ കമൻ്റ് ഇടുന്ന ആളുകളോട് നേരിട്ടാണ് നിങ്ങൾക്ക് ഇന്ന ജോലി അറിയാമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അത് ചോദിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കാണല്ലോ സംശയം തോന്നും. ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച രണ്ടാമത് പച്ചവെള്ളം കണ്ടാലും ഒന്ന് മടിച്ചു നിൽക്കും അല്ലേ? അപ്പോൾ അതാണ്, നമ്മളൊക്കെ ഓരോ ഇരകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനകത്ത് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ഒന്നുമില്ല, രാഷ്ട്രീയം പോലും ഇല്ല. കാരണം ഇത് വെറും ഒരു സഹായം മാത്രമാണ്. നമുക്ക് വരുന്ന വൃത്തികെട്ട കമൻറ്റുകളെ ഓർത്തിട്ട് ഞാനിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അവരിട്ടോട്ടെ, അത് അവരുടെ കൾച്ചറാണെന്ന് മാത്രം ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് പറയാം? അത് അവരുടെ ഒരു പാരമ്പര്യം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവരുടെ ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ സമൂഹം അങ്ങനെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തുമായിക്കോട്ടെ, അത് അവരെന്ത് വേണമെച്ചാൽ പറഞ്ഞോട്ടെ. നമുക്ക് നമ്മുടെ കാര്യമായിട്ട്, ഞാൻ പറഞ്ഞു, 1000-ങ്ങളോ 10,000-ങ്ങളോ എനിക്കെതിരെ ഈ കാര്യത്തിൽ നിരന്നാലും ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുള്ളത് കൊണ്ട്, എനിക്ക് കിട്ടുന്ന ജോബ് വേക്കൻസികൾ അത്രയും ഉറപ്പുള്ളതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതേപോലെ എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ ഒരു നല്ല പുണ്യ റമദാൻ മാസം ആശംസിക്കുന്നു. അതിവിടെ നിൽക്കുന്നവർക്കേ നമുക്ക് അതിൻ്റെ ഫീൽ അറിയുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് ഒരു മലപ്പുറംകാരനായ എനിക്ക് എന്താണ് റമദാൻ മാസം, എന്താണ് അതിൻ്റെ കഷ്ടപ്പാടുകൾ, എന്താണ് അവരതിൻ്റെ അത്രത്തോളം അതിനെ സ്നേഹിച്ചിട്ട് അവരുടെ വ്രതാനുഷ്ഠാനങ്ങൾ എന്നൊക്കെ നമുക്ക് ശരിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു തന്നുള്ളൂ. ഇതിനകത്ത് ആരും ഒന്നും തെറ്റിദ്ധരിക്കണ്ട. എനിക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് അമിതമായിട്ടൊന്നും ഒരു മതത്തിലും അമിതമായി ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരു രാഷ്ട്രീയത്തിലും അമിതമായി വിശ്വസിക്കുന്നില്ല. ഉള്ളത് വ്യക്തി സ്നേഹങ്ങളും വ്യക്തിബന്ധങ്ങളും മാത്രമാണ്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെയാണ് മനുഷ്യൻ്റെ മടക്കം, അല്ലാതെ വേറെ എവിടേക്കുമല്ല. ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് എത്ര വേണമെങ്കിലും ജീവിക്കാം, എവിടെയും നമുക്ക് കിടക്കാം, എവിടെ എന്തും നമുക്ക് ചെയ്യാം. അതായത് തെറ്റില്ലാത്ത രീതിയിൽ നല്ലത് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഏതൊരു പുൽക്കൊടിയും ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ തന്നെ മരിച്ച് ഈ മണ്ണിനോട് മണ്ണടിയും, അത്രേ ഉള്ളൂ. നമുക്കിന്നും ഈ ലോകത്തുനിന്ന് പല അസ്ഥികൂടങ്ങളും കിട്ടാറുണ്ട്. ഈ അസ്ഥികൂടങ്ങളൊന്നും ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല. എന്തിന് ദിനോസറിൻ്റെ വരെ കിട്ടുന്നുണ്ടല്ലേ? കുറച്ച് വലിയ വീഡിയോ ആണ്. കാരണം ചില കമൻറ്റുകൾ വേദനിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ കൾച്ചറാണ്, അത് അവർക്ക് വിവരമില്ലല്ലോ എന്ന് ഓർത്തിട്ടുള്ള ടെൻഷനല്ല, നമുക്ക് ഒരു വിഷമം മാത്രമാണ്. എനിക്കതെന്നെ ബാധിക്കില്ല, കാരണം എൻ്റെ വഴി അതല്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. അടിപൊളി ഒരു ഗുഡ് മോർണിംഗ് കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. റമദാൻ ആശംസകൾ.